എല്ലാ കാർ ഷെഡ് അരിച്ച് തപ്പിക്കോണം. പുലിക്കാരനെ ഇന്ന് CC വാങ്ങിച്ചിട്ടുള്ള 2 വണ്ടികൾ ഈ ഏരിയയിലാണുള്ളത്. അവരുടെ നടപ്പ് കണ്ടില്ലേ? പുലിക്കാരനെ അഡ്വാൻസ് മേടിച്ചുള്ളൂ, അതിനുമുമ്പ് പാന്റിലും ഷട്ടിലും കയറി. ഇനി വണ്ടികൾ പിടിച്ച് കമ്മീഷൻ കുറെ അടിച്ചിട്ട് വേണം എനിക്കൊരു ചെയിനും വാച്ചും സംഘടിപ്പിക്കാൻ. ഓ ഈ തവള പിടിക്കല് പട്ടി പിടിക്കലെന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കല്. അയ്യോ, നീ വിചാരിക്കും പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്. CC എമൗണ്ട് അടയ്ക്കാത്ത പാർട്ടികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. വണ്ടി നമ്പറും ഡ്യൂപ്ലിക്കേറ്റ് കീയും ഉണ്ട്. ലിസ്റ്റിലുള്ള വണ്ടി കണ്ടാലുടൻ കീ ഇട്ട് നമ്മൾ വണ്ടി തുറക്കുന്നു, പുലിക്കാരന്റെ കസ്റ്റഡിയിലാക്കുന്നു. രൂപ 2000 നമ്മുടെ പോക്കറ്റ്. ഇത്ര നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല. മിണ്ടാതെ വണ്ടിയുടെ പ്രത്തേണ്ടി. കളർ ഇത് തന്നെ, പക്ഷെ വണ്ടിയുടെ നമ്പർ വേറെയാണ്. ആരാത്? വീട് മാറിപ്പാണ്, ധർമ്മക്കാരാണ്. ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്ക്. ഓതറൈസേഷൻ ലെറ്റർ നിന്റെ ഇല്ലേ? വണ്ടി എടുക്കുന്നു. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ റെസ്റ്റോറന്റ് ഇരുന്നവന്മാരാണെന്ന് തോന്നുന്നു. വേഗം വിട, വേഗം സ്പീഡ് വിട. മിണ്ടി പോരുത്. വളരെ എളുപ്പമുള്ള പണിയാണെന്ന് കുറച്ചു മുമ്പ് നീലട പറഞ്ഞത്. അനുഭവിച്ചോ? കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോണ 2000 രൂപയാ. അവന്മാരുടെ കയ്യിൽ പെട്ട ആശുപത്രിയിലും ചികിത്സയ്ക്ക് മാത്രം വേണ്ടി വരും 10-3000 രൂപ. ആഹാ, അപ്പൊ അത്ര ഉള്ളൂ നിന്റെ ഗട്സ് അല്ലേ? നീ ധൈര്യമായിട്ടിരിക്കടാ. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നവരെ നിന്റെ കൂടെ ഞാൻ കാണും. അത് മതി. Don't worry man, you will manage. വണ്ടി മോഷ്ടിച്ചോണ്ട് പോവേ. വണ്ടിയുടെ ബുക്ക് വെച്ച് പണം വാങ്ങിക്കുമ്പോൾ ആലോചിക്കണം. കറക്റ്റ് സമയത്ത് CC അടയ്ക്കേണ്ടി വരുമെന്ന്. പോടെ പോടെ. അതിന് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിച്ചിട്ടില്ലല്ലോ. അതെ, പണം തന്നവര് പറഞ്ഞിട്ടാ. ഓതറൈസേഷൻ ലെറ്റർ ഉണ്ട് ചങ്ങാതി, ഒന്ന് വായിച്ചു നോക്ക്. നിന്റെ ഒരു കടലാസ് വണ്ടി ഇട്ടിട്ട് പോടാ. ഈ CC എന്ന് പറയുന്നേ വല്ലവന്റെ മേടിക്കുന്ന കടവാ. അല്ലാതെ നിന്റെ അമ്മായിപ്പനും ശ്രീധരൻ കിട്ടിയൊന്നുമല്ല. വണ്ടി എടുത്തോണ്ട് പോ. തുടക്കം കൊള്ളാം. അല്ല, എനിക്ക് കറാട്ടയും കുംഫും അറിയാവുന്നതുകൊണ്ട് സംഗതി വളരെ എളുപ്പമായിരുന്നു. ജാക്കി ചാന്റെ പടങ്ങൾ കാണാറുണ്ടോ? ഇല്ല. എന്താ? അല്ല, ജാക്കി ചാന്റെ ടൈപ്പിലല്ല, വേറെ ടൈപ്പിലാ സണ്ണി ഫൈറ്റ് ചെയ്ത്. ഇതേപോലെ കുടിശ്ശിയുള്ള എല്ലാ വണ്ടികളും മുതലാളിയുടെ ഷെഡിൽ കയറ്റിത്തരുന്നവരും ഞങ്ങളേറ്റു. വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങൾ പിടിച്ചോണ്ടുവരാം. അല്ല, അത്രയ്ക്ക് കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് ഇപ്പം പറയായിരുന്നു. അതാ ഉദ്ദേശിച്ചത്. അല്ല, മറ്റുള്ളവരുടെ വണ്ടികൾ അതൊക്കെ മോശമല്ലേ? നമ്മളെല്ലാരും കൂടി ഒത്തു പ്രവർത്തിച്ച ഈ പുലിക്കാടൻ മുതലാളിക്ക് വച്ചടി കയറ്റമായിരിക്കും. അല്ലേ മാഡം? സർ,
ഇത്രയും ആത്മാർത്ഥതയുള്ള രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ. അങ്ങനെയൊന്നുമില്ല മുതലാളി. മുതലാളി, ഞങ്ങളുടെ കമ്മീഷൻ. ആ ആലീസേ, ഇവരുടെ വൗച്ചർ എഴുതി മേടിച്ചിട്ട് കമ്മീഷൻ കൊടുത്തേക്ക്. ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മാഡത്തിനാണല്ലേ. ഞങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും മാഡത്തിനെ ഏൽപ്പിക്കുന്നത്. കറക്റ്റ്, വെരി കറക്റ്റ്. ഈ കമ്പനിയുടെ നട്ടല്ല ആലീസ്. അത് കണ്ടാലേ അറിയാം. വെരി ഹാർഡ്. ഇനി ഇങ്ങോട്ട് ഇംഗ്ലീഷും പറഞ്ഞ എല്ലാ കാര്യത്തിനും കയറി വരണ്ട. ആലീസിനെ കണ്ടാ മതി. അതാ ഞങ്ങൾക്കും ഇഷ്ടം. അല്ല, ഇനി എല്ലാ കാര്യത്തിനും ആലീസിനെ കണ്ടാൽ മതി. മുതലാളി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. വെരി കറക്റ്റ്. ആ ഇപ്പൊ പിടിച്ചെടുത്തോണ്ടുന്ന വണ്ടി മാത്തച്ഛന്റെ വർക്ക്ഷോപ്പിലോട്ട് ഇട്ടേച്ച് ആ നമ്പർ പ്ലേറ്റ് അയച്ചോണ്ട് വാ. മോളി ആട്ടോ കുറിച്ച് അറിയത്തില്ലയോ? ആലീസിന്റെ അപ്പച്ചന്റെ വർക്ക്ഷോപ്പാ അത്. അത് വളരെ സൗകര്യമായി. അല്ല, അടുത്തായതുകൊണ്ട് വളരെ സൗകര്യം പറയായിരുന്നു. കറക്റ്റ്. ആരെയും മാത്തച്ഛൻ ഞാനാ. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് അയച്ചു തരണം. പേടിക്കണ്ട, വണ്ടി മോഷ്ടിച്ചൊന്നുമല്ല. പുലിക്കാട് മുതലാളി പറഞ്ഞു വിട്ടതാ. അയ്യോ, ആണോ? വണ്ടി ഇവിടെ കയറ്റിയിട്ടേക്കാൻ പറഞ്ഞു. എടാ, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് അടിച്ചു കൊടുത്തേ. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞങ്ങളവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ. എന്റെ മോള് അവിടുത്തെ സ്റ്റാഫാ, ആലീസ്. ആലീസ് ചേട്ടന്റെ മോളാ? കണ്ടാ പറയത്തില്ല കേട്ടോ. ഓ, ഇനി ചിലപ്പോ ആലീസിന്റെ അമ്മച്ചിയുടെ ചായ ആയിരിക്കും. ചില കേസുകളിൽ അങ്ങനെയും വരാറുണ്ട്. പിന്നെ ആലീസല്ലേ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. മുതലാളിക്ക് അവിടെ വലിയ കാര്യമാ. ചേട്ടന് ഒരു മോളോ ഉള്ളോ? ഏയ്, എനിക്ക് 4 പെൺപിള്ളേരാ. ആലീസ് മൂന്നാമത്തേതാ. അപ്പൊ പെൺകുട്ടികളുള്ള ഒരു സന്തുഷ്ട കുടുംബമാണല്ലോ ചേട്ടന്റേത്. മൂത്തവർ രണ്ടുപേരും എവിടെ കെട്ടിച്ചിരിക്കുന്നത്? ആരും കെട്ടിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. സമയമായിട്ടില്ലായിരിക്കും. നിങ്ങളുടെ വീട് എവിടെയാ? ഞങ്ങൾ കടമറ്റത്തുള്ളവരാ. ഞാൻ സണ്ണി, ഇവൻ കറിയാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. തന്തപ്പടി കൊള്ളാമല്ലോ. എന്ത് പ്രൊഡക്ഷൻ ആയത്? എല്ലാം പിഴകളാണല്ലോ. ഒരൊറ്റ പൂവനില്ല. ഇതിനെല്ലാം കൂടി കെട്ടിച്ചയക്കണമെങ്കിൽ വീടും പറമ്പും വർക്ക്ഷോപ്പും അയാളെയും കൂടെ വിൽക്കേണ്ടി വരും. ആലീസ് മൂന്നാമത്താണല്ലേ? അത് ശരി. എന്ത്? അല്ല, ആലീസ് ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആലീസ് മൂന്നാമത്തെ കുട്ടിയല്ലെന്ന് ചങ്ങാതി ചോദിച്ചു. അതെന്നെ ഞാനും പറഞ്ഞത്. ഒരുമാതിരി പോക്കരത്തിനും പറയരുത്. നീ ഉദ്ദേശിക്കുന്ന നേരത്തുള്ള യാതൊരു താല്പര്യം എനിക്ക് ആ കുട്ടിയോടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ മൂത്തത് രണ്ടെണ്ണത്തിന്റെയും കഴിയാതെ ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ. നിന്റെ സോക്കേട് എനിക്ക് ആദ്യമേ മനസ്സിലായി. എടാ, അവളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്തോട്ടെന്ന് കരുതിയല്ലേ നീ ജാക്കി ചാനാണെന്നൊക്കെ വച്ച് കാച്ചിയത്. എന്ത് പ്രയോജനം? അവൾ അടുക്കുന്ന ലക്ഷണമില്ല. എടാ, എല്ലാ പെൺകുട്ടികളും നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല മിസ്റ്റർ കറിയ. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഫീമെയിൽ സൈക്കോളജി. സൈക്കോളജി മണ്ണാങ്കട്ട. മിസ്റ്റർ സണ്ണി, ഇത് ബുദ്ധിമുട്ടുള്ള കേസ്. ടു ബി ഫ്രാങ്ക്, എന്തായാലും അവളുടെ ക്യാരക്ടർ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാ. ആരെയും കൂസാത്ത ഭാവം, ആ സ്മാർട്ട്നെസ്. നീ സീരിയസാ? അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാലും ആണെങ്കിൽ ഒരു വഴിയുണ്ട്. ഭക്തി. ആ തന്തപ്പടിയുടെ കഴുത്തിലെ വെന്തിക്ക് ശ്രദ്ധിച്ചു. ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ലൈനാണെന്നാണ് എന്റെ കണക്കൂട്ട്. അതുകൊണ്ട് ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഐഡിയ. എന്നൊരു കാര്യം ചെയ്യാം. അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ സൺഡേ സ്കൂളിൽ പോയി വേദപാഠം പഠിച്ചൊരു അച്ഛനാകാം. അത് കൊള്ളാം. വേറെ വഴിയുണ്ട്. ചേച്ചി, ഒന്ന് സമാധാനിക്ക്. വന്ന് കിടക്ക്. വാ. എടാ, ഈ വണ്ടി പിടുത്തം ആരോഗ്യത്തിന് പറ്റിയ പണിയല്ല. ഇന്ന് അംബാസഡർ കാർ പിടിക്കാൻ പോയപ്പോൾ അനുഭവം കണ്ടില്ലേ? ഓരോന്നിന്റെ കയ്യിലും വടിവാളായിരുന്നത്. നമ്മൾ രക്ഷപ്പെട്ട ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. അതുകൊണ്ട് എന്റെ പൊന്നളിയ, നമുക്ക് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല സേഫ് ആയിട്ടുള്ള പണി നോക്കി പോവാം. വണ്ടിക്കല്ലേ ഇൻഷുറൻസ് ഉള്ളൂ, വണ്ടി പിടുത്തക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ.
ഇനിയിപ്പോ ആ പുലിക്കാരനെ വെട്ടിച്ച് മുങ്ങി നടക്കണവന്മാര് നിസ്സാര പാർട്ടികളൊന്നും അല്ല, നല്ല 1ാം ക്ലാസ് വേന്ദ്രന്മാരായിരിക്കും. എന്നാ പണിക്കട ഇത്രയും രൂപ കിട്ടുന്നത്? ഓരോ വണ്ടി വെച്ച് നീ കണക്കാക്കളിയേ. രൂപ എത്രയാ? മുതലാളുടെ കൂടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സുഖമായിട്ട് കഴിയാന്ന്. ആ ആലീസിനെ കണ്ടോണ്ടല്ലേ നീ ഇവിടെ കൂടാന്ന് പറയുന്നത്? തന്നെ ഒരു സംശയവും വേണ്ട. അത് പറയുമ്പോൾ നിനക്കടെ ചൊറിഞ്ഞു കയറുന്നത്. ആലീസിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ. എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെണ്ടിത്തരാവെന്ന് എനിക്കറിയാം. നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടളിയാ. ഒരു പരിധി വരെ നിനക്ക് വേണ്ടി ഈ കാര്യത്തിൽ ഒരു ബ്രോക്കർ ആകാനും എനിക്ക് മടിയില്ല. താങ്ക് യു. മാസത്തിൻ ചേട്ടനുണ്ടോ? ഉണ്ട്. ഇതിന്റെ അനിയത്തിയായിരിക്കും. ഹലോ. ഹലോ. മുതലാളുടെ വണ്ടിക്ക് അല്പം ബ്രേക്ക് കുറവ്. അന്ന് ശരിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ ചെന്നു. വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പച്ചനകത്തുണ്ട്. വരൂ വരൂ. ഇവരൊക്കെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ. ചേച്ചി അപ്പച്ചനെയും വിളിച്ചേ. ആലിസിന്റെ അമ്മച്ചിയാണല്ലേ? അല്ല, വല്യമ്മച്ചിയാ. വല്യമ്മച്ചാണല്ലേ? അപ്പൊ ആലിസ് ചെറുമോളായിരിക്കും. വർക്ക്ഷോപ്പിൽ വണ്ടി നന്നാക്കാൻ വന്നതാ. ഞാൻ ഇറങ്ങട്ടെ വല്യമ്മച്ചി? ഇറങ്ങട്ടെ. ആലിസ് ഓഫീസിലേക്കല്ലേ? അതെ. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നിങ്ങൾ വർക്ക്ഷോപ്പിലേക്കല്ലേ? ഞാൻ ബസ്സിൽ പൊക്കോളാം. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. ആ പുലിക്കാരന്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല. ഞാൻ എന്ന് 9 മണിക്കാണ് വർക്ക്ഷോപ്പ് തുറക്കാറ്. ഇന്ന് സ്വല്പം വൈകി. നമുക്കിറങ്ങാം. തോർത്ത് ചായ കുടിക്കാനൊന്നും സമയമില്ലാത്തണ്ട. വരട്ടെ. ബാക്കി ഗുഡ് മോർണിംഗ്. അനിയല്ലേ? അപ്പൊ എന്നെ മനസ്സിലായല്ലേ? എനിക്കും ഇതേ സ്വഭാവമാ. ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല. പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ. രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഈ ചുരിദാറിൽ ആനി അതീവ സുന്ദരിയായിരിക്കുന്നു. യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ഇസ് ചുരിദാർ, സാൽവാർ കമ്മീസ് ആൻഡ് ഷോൾ. സോപ്പാണല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ പിഐ സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്. പുറത്താരോടും പറയരുത്. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ്. ഇത് വാഷിങ്ങിനല്ലേ ആൾക്കാർ ഉപയോഗിക്കാറില്ലേ? 501 വാഷ് വെൽ, സൺലൈറ്റ് എക്സെട്ര എക്സെട്ര. ഞാൻ പിയേഴ്സിനെ 501 കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ സോപ്പിനെ കുറിച്ചാ. വരട്ടെ. മാത്തച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ചെല്ലുന്ന പ്രതീതി അല്ലട കറിയാ. ഒരുതരം പിന്നെ ആത്മബന്ധം. കറക്റ്റ്. ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ അടുക്കണം എന്നൊരു തോന്നൽ. 4 ടൈപ്പാ. എന്ത്? അല്ല, മാത്തച്ഛൻ്റെ പിള്ളേരെ അല്ല സണ്ണി, നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ? അതെ. അതിപ്പോ പറയാൻ കാരണം ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ? കിടന്ന് വരകാതെ കാര്യം പറ. അല്ല, നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ? വേറൊന്നുമല്ല, ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ? എന്തോ? അല്ല, നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ശരി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മോനെ. മാത്തച്ഛൻ്റെ കാശില്ലെന്നൊരു കുറവുള്ളൂ. നിന്നെ പോലത്തെ കൂത്താടിക്ക് തന്നെ കൊണ്ടൊന്നും പറയരുത്. ഓഹോ, അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? കാര്യത്തോട് അടുക്കുമ്പോ സ്നേഹം കോപ്പൊന്നുമില്ല. പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ? അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും. ആലീസിനെ നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. ഓഹോ, എല്ലാം കൂടെ നിശ്ചയിച്ചു വെച്ചേക്കല്ലേ? സണ്ണി പ്ലീസ്, ആനയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടാ. എടാ കഴിവറുടെ മോനെ. എടാ മണ്ട, നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാ. സണ്ണിച്ചേട്ടാ. ചേട്ടനോ? ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്?